ഡിഫറെന്റ് ട്രാക്കുകളിൽ പോണ ആന്തോളജി ഫിലിം അല്ല, എന്നാൽ അതുപോലെയാണ് പാരലൽ ട്രാക്കുകൾ ഇങ്ങനെ പോകുന്നു, അത് കണക്ട് ആവുന്ന ഒരു പരിപാടിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഫിസിക്കലിയൊക്കെ ഇത്തിരി വെല്ലുവിളിയുള്ള പരിപാടിയാണ്. എൻ്റെ ചെറുപ്പകാലത്തിൽ ഞാൻ കണ്ടിരിക്കുന്ന, നമ്മൾ കണ്ട് എൻജോയ് ചെയ്ത അങ്ങനത്തെ പാറ്റേണിലുള്ള സിനിമകളല്ലല്ലോ ഇപ്പൊ വരുന്നത്. അത് കഴിഞ്ഞ് കട്ടപ്പന ഇറങ്ങിയപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മൊമെന്റ് എന്ന് തോന്നുമല്ലോ. പുള്ളിയുടെ എന്തോ പ്രോഗ്രാം ഇത്തിരി ഏക്കാതെ വന്നപ്പോൾ, എന്തോ കൗണ്ടർ അടിച്ചിട്ട് ഏക്കാതെ വന്നപ്പോഴത്തേക്കും പിന്നെ വേറെ ആരെങ്കിലും കൗണ്ടർ ഏറ്റില്ലെങ്കിൽ അപ്പോൾ തന്നെ അത് രതീഷായി പോയല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കളിയാക്കി എൻ്റെ ഫസ്റ്റ് ഷോട്ട് അഭിനയിച്ചപ്പോൾ തന്നെ സിബി സാറ് എണീറ്റ് വന്നൊരു ഷെയ്ക്ക് ഹാൻഡ് തന്നു. പുള്ളി പറഞ്ഞു, മോനെ ഞാനിവിടെ ഫിലിം ഫെസ്റ്റിവലിൽ നമ്മുടെ പടം ഇപ്പോൾ കാണിച്ചായിരുന്നു, അപ്പോൾ നിന്റെ സീനിന് ഇവിടെ ആൾക്കാരൊക്കെ ചിരിക്കുന്നു, അപ്പോൾ എനിക്കത് നിന്നെ വിളിച്ച് പറയണമെന്ന് തോന്നിയെന്ന് പറഞ്ഞു. ഹലോ വിഷ്ണു, വെൽക്കം. നമസ്കാരം. ഇപ്പോൾ ഏറ്റവും പുതിയ സിനിമ 13-ാം രാത്രി, അത് പോസ്റ്ററും ട്രെയിലറും കണ്ടിട്ട് ഒരു ത്രില്ലർ മോഡിലുള്ള സിനിമയാണെന്നാണ് തോന്നുന്നത്. എന്താണ് അതിലേക്ക് അട്രാക്ട് ചെയ്തത്, വിഷ്ണുവിനെ അട്രാക്ട് ചെയ്തൊരു ഫാക്ടർ എന്തായിരുന്നു? അതിൻ്റെ റൈറ്റർ ദിനേശ് ചേട്ടനാണ്, ഡയറക്ടർ മനീഷ് ബാബു എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം കഥ പറഞ്ഞപ്പോൾ തന്നെ ഒരു ഡിഫറെന്റ് ട്രാക്കുകളിൽ പോണ ആന്തോളജി ഫിലിം അല്ല, എന്നാൽ അതുപോലെയാണ് പാരലൽ ട്രാക്കുകൾ ഇങ്ങനെ പോകുന്നു, അത് കണക്ട് ആവുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതിൽ എൻ്റെ ട്രാക്കിൽ എൻ്റെ ക്യാരക്ടറൈസേഷനും ഒക്കെ ഒരു വ്യത്യാസമുള്ളൊരു സംഭവമാണ്. മറയൂരുള്ള ശിവ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറാണ്. തമിഴും മലയാളവും കലർന്നിട്ടുള്ളൊരു സംസാര രീതിയും പരിപാടിയൊക്കെയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ അതിൽ ഇപ്പോൾ പടം കാണുമ്പോൾ മനസ്സിലാവും, എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഫിസിക്കലിയൊക്കെ ഇത്തിരി വെല്ലുവിളിയുള്ള പരിപാടിയാണ്. അപ്പോൾ അതെനിക്കൊരു ചെയ്യാനും ഒരു കൗതുകമുള്ളൊരു പരിപാടിയായിരുന്നു. അതാണ് അതിൻ്റെ ഒരു മെയിൻ സംഭവം. ഇപ്പോൾ വിഷ്ണു നേരത്തെ തുടങ്ങിയത് ഇപ്പോൾ ഹ്യൂമർ എഴുതിക്കൊണ്ടാണ്. അത് കഴിഞ്ഞാൽ അതിന് മുമ്പേ ഒരുപാട് സിനിമകൾ അഭിനയിച്ചു. അതിനുശേഷം ഏറ്റവും എസ്റ്റാബ്ലിഷ് ആവുന്ന കട്ടപ്പനയിൽ ഋത്തിക് റോഷൻ നടൻ എന്ന രീതിയിൽ ഹ്യൂമറും പാരലായിട്ട് ചെയ്യുന്നു. പക്ഷെ വിഷ്ണു കൂടുതലും കാണുന്നത് ഇതുപോലത്തെ ത്രില്ലർ അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് ഇൻറ്റൻസ് ആയിട്ടുള്ള സ്വഭാവമുള്ള സിനിമകളായിട്ട് ആക്ടറായിട്ട് വരുന്നത്. അപ്പോൾ ആ ഹ്യൂമർ എന്നുള്ളത് ഇപ്പോൾ താനാര എന്ന് പറഞ്ഞ സിനിമ വന്നു. ഹ്യൂമർ എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ നമ്മൾ ഒരുപാട് ഹ്യൂമർ സിനിമകളായിരുന്നല്ലോ നമുക്ക് 90s-ലും 80s-ലും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ ഹ്യൂമറിനൊരു കുറവ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ കുറവൊന്നുമല്ല, നമ്മളുടെ ഈ പറഞ്ഞ പോലെ സിനിമകളിൽ അത് കുറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഹ്യൂമർ സിനിമകൾ വരുന്നുണ്ട്, ഗംഭീരമായ വിജയം നേടുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ ഇപ്പം എൻ്റെ ചെറുപ്പകാലത്തിൽ ഞാൻ കണ്ടിരിക്കുന്ന, നമ്മൾ കണ്ട് എൻജോയ് ചെയ്ത അങ്ങനത്തെ പാറ്റേണിലുള്ള സിനിമകളല്ലല്ലോ ഇപ്പം വരുന്നത്. നമ്മൾ സിനിമ ചെയ്യണ സമയമായപ്പോഴത്തേക്കും അത് മാറി. അപ്പം നമ്മളുടെ വിചാരം നമ്മൾ വേറൊരു ടൈപ്പാണ്. അപ്പം ഞങ്ങൾ നാദൃശ്യക്കാലത്ത് കഥ പറയാൻ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ഒരു മനസ്സിലുണ്ടായിരുന്ന ഒരു ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ, നാഷിക്കയുടെയൊക്കെ ഇഷ്ടത്തിന് പറ്റിയൊരു ഹ്യൂമർ പാറ്റേൺ ആണോ നമ്മുടെ പുള്ളിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. നമുക്കൊരു ട്രയൽ പോലെ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു നോക്കാം, എന്നിട്ട് പുതിയ വേറൊരാളുടെ അടുത്ത് പോയി പറയാമെന്നൊക്കെ ആയിരുന്നു നമ്മുടെ മനസ്സിൽ. പക്ഷെ കേട്ടപ്പോൾ തന്നെ പുള്ളി വളരെ അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളി അത് ഓക്കെ പറയുകയും അങ്ങനെയാണ് നമ്മുടെ അക്ബർ അന്തോണി സംഭവിക്കുന്ന പോലും. അപ്പം ഇപ്പം അതിൽ നിന്നും മാറി, ഇപ്പോൾ വേറൊരു പാറ്റേണിലാണ് ഹ്യൂമർ ആളുകൾ എൻജോയ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പം നമുക്കത് ആസ്വദിക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഒരു അല്ലേ, നമ്മൾ അതിനോട് ആ ഒഴുക്കിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ആക്ടറായിട്ട് നിൽക്കുമ്പോൾ വിഷ്ണു ഓൾറെഡി ഒരു എസ്റ്റാബ്ലിഷ്ഡ് തിരക്കഥാകൃത്ത് കൂടിയാണ്. അപ്പോൾ ഒരു ആക്ടറായിട്ട് വരുമ്പോൾ ഒരു റൈറ്ററിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഒന്ന് ചിന്തിക്കാറുണ്ടോ ഇങ്ങനെ ആക്ടേഴ്സിൻ്റെ വരുന്ന റോളുകൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ? ഞാൻ ആസ് എൻ ഓഡിയനാണ് ഫസ്റ്റ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ കേൾക്കുമ്പോൾ വർക്കാവാത്തൊരു പരിപാടി അങ്ങനെ അത്രയും നമ്മൾ പിന്നെ അതിലേക്ക് കണക്റ്റ് ആകാറില്ല. അല്ലേ പിന്നെ അതിൻ്റെ ഒരു അടുത്ത സ്റ്റെപ്പാണ് ആസ് എൻ ആക്ടർ എന്നുള്ള നിലക്ക് നമുക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടോ എന്നുള്ളത് നോക്കണത്. അതും കഴിഞ്ഞിട്ടാണ് റൈറ്റർ എന്നുള്ള നിലക്ക് ആ സ്വിച്ച് അപ്പോഴേ വർക്ക് ചെയ്യാറുള്ളൂ. പക്ഷെ അങ്ങനെ ആക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോഴേ ഒരു റൈറ്റർ എന്നുള്ള രീതിയിൽ ഇപ്പം എല്ലാവരും ഒരു കൊളാബറേറ്റീവ് ആയിട്ടാണല്ലോ ഇപ്പൊ കൂടുതലും വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഇങ്ങനെ ഭയങ്കര റിജിഡ് ആയിട്ടൊന്നും അല്ലല്ലോ ആൾക്കാർ സജഷൻ ഒന്നും. അപ്പൊ ആ ഒരു റൈറ്റർ എന്ന് പറഞ്ഞൊരു ഒരു സ്ട്രെങ്ത്തും ഒരു സ്കില്ലും ഈ ആക്ടറായിട്ട് വരുമ്പോൾ യൂസ് ചെയ്യാറുണ്ടോ ആൾക്കാരായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ? അത് നാച്ചുറലി ഓർഗാനിക്കലി വരുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട്
അല്ലാണ്ട് ഇങ്ങോട്ട് ചില ആൾക്കാർ പറയും ഇത്രയൊക്കെ നമ്മൾ വാങ്ങി, ബാക്കി പിന്നെ വിഷ്ണു റൈറ്ററും കൂടി ആണല്ലോ, ബാക്കി നോക്കി ഡെവലപ്പ് ചെയ്യാം പറഞ്ഞാൽ അതിന് ആയില്ല. അപ്പം അങ്ങനെ കരുതിയിട്ടുള്ള പരിപാടിയില്ല. പിന്നെ നമുക്ക് തോന്നുന്ന ഡൗട്ട്സ് ആണെങ്കിലും സജഷൻസ് ആണെങ്കിലും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഉള്ള എല്ലാ ഫിൽം മേക്കേഴ്സും അതിനോട് വളരെ ഓപ്പണാണ്. അപ്പോൾ അത് റീസണബിൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എല്ലാവരും സ്വീകരിക്കുകയും അതിനനുസരിച്ച് വേണ്ട മാറ്റങ്ങളൊക്കെ എല്ലാവരും വരുത്താനും ഒക്കെ റെഡിയാണ്. അതേപോലെ ഇതിൻ്റെ ഇപ്പോൾ പല മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ കുറേ സിനിമകളിൽ നേരത്തെ ചൈൽഡ് ആർട്ടിസ്റ്റായിട്ടും അത് കഴിഞ്ഞിട്ട് വളർന്നു വന്ന് അഭിനയിച്ചു. അപ്പം ആദ്യമായിട്ടുള്ള തിരക്കഥ അമർ അക്ബർ ആന്റണി വളരെ വലിയൊരു വിജയമാകുന്നു. അത് കഴിഞ്ഞിട്ട് ആക്ടറായിട്ട് വരുന്ന ഋത്വിക് റോഷനും വലിയ വിജയമാകുന്നു. അതിനുശേഷം ഡയറക്റ്റ് ചെയ്യുന്നു വെടിക്കെട്ട് എന്ന് പറയുന്ന സിനിമ. ഈ മൂന്ന് റോളുകളിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഹൈ കിട്ടിയത് എപ്പോഴാണ്? ഒരു പ്രഷ്യസ് ആയിട്ടൊരു മൊമെന്റ് എന്ന് പറയുന്നത് ഇത് മൂന്ന് തരത്തിലായിരിക്കും. പക്ഷെ ഏറ്റവും ഫേവറേറ്റ് മൊമെന്റ് ഏതായിരിക്കും? സിനിമ ആയ തീയതികളിൽ ആ ഒരു കണ്ട ഫീലിംഗിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ട് തോന്നുന്നത് ഏതായിരിക്കും? എല്ലാം പ്രഷ്യസ് തന്നെയാണ് പറഞ്ഞ പോലെ. ഏറ്റവും ആദ്യം നമുക്ക് തോന്നിയാണ് ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് എന്ന് നമുക്ക് അമർ ഇറങ്ങിയപ്പോൾ തോന്നിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കട്ടപ്പന ഇറങ്ങിയപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മൊമെന്റ് എന്ന് തോന്നുമല്ലോ. പിന്നെ അതിനുശേഷം പറഞ്ഞ ഞങ്ങൾ യമണ്ടൻ പ്രേമകഥയാണ് പിന്നെ എഴുതിയ സിനിമ. അത് വന്നപ്പോഴും ഭയങ്കര സിനിമ സ്വീകരിക്കപ്പെടുകയും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയ പടം യമണ്ടൻ പ്രേമകഥയാണ് ആക്ച്വലി. അപ്പം അപ്പോഴും തോന്നി ഇതാണ് നമ്മുടെ യഥാർത്ഥ. അത് കഴിഞ്ഞപ്പോൾ വെടിക്കെട്ട് ഇറങ്ങിയപ്പോഴും അത് ഈ പറഞ്ഞ പോലെ തിയേറ്ററിൽ അങ്ങനെ ഒരു ഇതായ സിനിമയല്ല, പക്ഷെ സ്വന്തമായിട്ടൊരു പേഴ്സണൽ അച്ചീവ്മെന്റ് ആണല്ലോ. തീർച്ചയായിട്ടും. പക്ഷെ ആസ് ആൻ ആക്ടർ എന്നുള്ള നിലക്ക് എനിക്ക് അതിന് ഒരുപാട് അപ്രീസിയേഷൻസ് കിട്ടുകയും ചെയ്തതാണ്. അപ്പോൾ എല്ലാം നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതെല്ലാം ആദ്യമേ തന്നെ ഇതെല്ലാം ഉള്ളിൽ ഒരുമിച്ച് നടക്കായിരുന്നു. അതോ ആക്ടർ ആവാനായിരുന്നല്ലോ ആദ്യമേ ആഗ്രഹം? അപ്പോൾ ഇതെല്ലാം അതിന്റെ കൂടെ തന്നെ ആക്ടർ ആവാനുള്ള ഒരു ഡ്രൈവിന് വേണ്ടി കൂടെ ഡെവലപ്പ് ചെയ്തെടുത്ത കാര്യം അത്രേ ഉള്ളൂ. മറ്റത് തന്നെ മെയിൻ നമ്മൾ അന്നും നോക്കുന്ന അത്രേ ഉള്ളൂ, ആക്ടർ ആവുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിന്റെ കൂടെ ഇത് എങ്ങനെയാണ് ഈ ഒരു റൈറ്റിംഗിലേക്കും ഒക്കെ കടക്കാനുള്ളൊരു അതിനുള്ള പഠനവും ഡയറക്ഷൻ ചെയ്യാമെന്നുള്ളൊരു ധൈര്യമൊക്കെ എങ്ങനെയാണ് വന്നത് ഇതിന്റെ കൂടെ? അതൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ സംഭവിച്ചേക്കുന്നതാണ്, അല്ലാണ്ട് പ്ലാൻ ചെയ്ത പരിപാടികളല്ല. എഴുതണമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ല. ഈ നൗഫലൊക്കെ ഞങ്ങളോട് ആദ്യമായിട്ട് പറയുമ്പോഴാണ് നിങ്ങളെ വെച്ചിട്ട് നിങ്ങളൊരു സാധനം എഴുത്, സിനിമ എഴുത്, അപ്പം ഞാൻ ഡയറക്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ എന്നാൽ പിന്നെ സിനിമ എഴുതിയാലോ എന്ന് പറഞ്ഞിട്ട് ബിബിനപ്പം അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമിന് വേണ്ടി ചാനൽ ഷോയ്ക്ക് വേണ്ടി സ്കിറ്റുകൾ എഴുതുന്നുണ്ട്. അപ്പം അതിനൊക്കെ ഒരു സിനിമ സ്വഭാവം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി പറയണത്. അപ്പോൾ ബിബിൻ പറഞ്ഞേടാ നമുക്കെന്നാ നമ്മളെ ഹീറോസാക്കി വെച്ചിട്ട് ഒരു സംഭവം എഴുതിയാലോ. ഞാൻ പറഞ്ഞു എഴുതാം. അങ്ങനെ എഴുതി നമുക്ക് അഭിനയം. അതാ ഞാൻ പറഞ്ഞ മെയിൻ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ നടനാവുക എന്നുള്ള അതിലേക്കുള്ള വഴികളാണ് ഇതൊക്കെ. ഇപ്പം അതിനേക്കാളും വലിയൊരു സ്റ്റെപ്പായിരുന്നല്ലോ ഡയറക്റ്റ് ചെയ്യാന്നുള്ളത്. അതും ഈ പറഞ്ഞല്ലോ നമ്മൾ ഫസ്റ്റ് പടം എഴുതി. അപ്പം ആ സിനിമ ഞങ്ങളുടെ ആദ്യ തിരക്കഥയാണെങ്കിൽ കൂടി അതിൻ്റെ മുക്കിലും മൂലയിലും ഒക്കെ നമ്മൾ വർക്ക് ചെയ്യുമല്ലേ. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും, ആർട്ടിലും കോസ്റ്റ്യൂമിലും എല്ലാത്തിലും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെ പോലെ തന്നെ ഫുള്ള് ഓടിയാണ് നമ്മൾ വർക്ക് ചെയ്യാണ്. അപ്പോൾ ഇത് ലാസ്റ്റ് പോസ്റ്റ് പ്രൊഡക്ഷൻ ആണെങ്കിലും ഫുള്ള് നമ്മൾ തന്നെ ഡബിങ്ങിലും എല്ലാത്തിലും ഇരിക്കുകയല്ലേ. നാഷിക്കട കൂടെ തന്നെ എല്ലാത്തിനും ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ക്യൂബിലും യുഎഫ്ഒയിലൊക്കെ അപ്ലോഡ് ചെയ്യാനും നമ്മൾ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ആ പ്രോസസ്സുകളിൽ എല്ലാത്തിലും നമ്മൾ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അപ്പോൾ ഒരു പടം ഫുള്ള് പോകുന്ന ആ പരിപാടിയിലൊക്കെ നമ്മൾ കൂടെ ഉണ്ട്. അത് അമറിനുണ്ട്, കട്ടപ്പനയ്ക്കുണ്ട്, യമണ്ടനും ഉണ്ട്. അപ്പം അന്ന് മുതൽ തന്നെ നമ്മൾ ചെയ്ത സിനിമകളുടെ പ്രൊഡ്യൂസേഴ്സ് നമ്മളോട് പറയുന്നുണ്ട് നിങ്ങൾ പടം ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് പടം ഞാൻ പ്രൊഡ്യൂസ് ചെയ്തോളാമെന്ന് എല്ലാ പ്രൊഡ്യൂസേഴ്സും പറഞ്ഞിട്ടുണ്ട്. ബാദുക്കയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാദുക്ക ഒരുപടി മുന്നേ കയറി അഡ്വാൻസ് ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ അത് തുടങ്ങാൻ നേരത്തെ ഇങ്ങനെ ഒരു പേടിയോ അങ്കലാപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി? അയ്യോ അതിപ്പോൾ ആയിട്ടില്ല. നമ്മളിപ്പോൾ ചെയ്യണമെന്നൊക്കെ നമ്മൾ പലതവണ പറഞ്ഞൊക്കെ ഇങ്ങനെ ഒഴിയാനൊക്കെ ഓക്കെയാണ്. പക്ഷെ പിന്നെ നമ്മൾ ഓർത്തു എന്നാൽ പിന്നെ ചെയ്യാം എന്നുള്ളൊരു ഇതിലേക്ക് എത്തി ഞങ്ങൾ. നിങ്ങളുടെ സിനിമകളിലായാലും ഇപ്പം ഈ 3 സിനിമകൾ എഴുതിയ 3 സിനിമകളിലും കുറേ പുതിയ തരം യൂസേജുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ രതീഷ് ആയാലും അല്ലെങ്കിൽ ഓമനക്കുട്ടി എന്നൊക്കെ പറയുന്നതായാലും ഇതൊക്കെ എവിടെ നിന്നാണ് കണ്ടെത്തുന്നത്? അത് സ്വന്തമായി കോയിൻ ചെയ്ത് നടക്കുന്നതാണോ അതോ എവിടെന്നെങ്കിലും ലൈഫിൽ കണ്ട സാധനം? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യം. രതീഷൊക്കെ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ തന്നെ പേരാണ്. അപ്പോൾ പുള്ളിനെ കളിയാക്കി അങ്ങനെ
കൊണ്ടുവന്നൊരു സാധനമായിരുന്നു. അത് പിന്നെ ഞങ്ങൾ സ്ക്രിപ്റ്റിലേക്ക് വെച്ചു. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടെ ഉണ്ടായിരുന്നൊരു ചേട്ടനാണ് രതീഷ് എന്ന് പറഞ്ഞത്. അപ്പോൾ പുള്ളിയുടെ എന്തോ പ്രോഗ്രാം ഇത്തിരി ഏക്കാതെ വന്നപ്പോൾ, എന്തോ കൗണ്ടർ അടിച്ചിട്ട് ഏക്കാതെ വന്നപ്പോഴത്തേക്കും പിന്നെ വേറെ ആരെങ്കിലും കൗണ്ടർ ഏറ്റില്ലെങ്കിൽ അപ്പോൾ തന്നെ അത് രതീഷായി പോയല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കളിയാക്കി പിന്നെ ഇപ്പോൾ അത് എല്ലാത്തിലും യൂസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഒരു ഓണം സെലിബ്രേഷന് എല്ലാവരും കോടിയൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോൾ ആരെങ്കിലും ഒരാളുടെ ഇച്ചിരി വീക്കാണെങ്കിൽ നേരെ ഇവൻ്റെ ഷർട്ട് ഇച്ചിരി രതീഷായി പോയിട്ടാ അങ്ങനെയായി. അപ്പോൾ അത് പിന്നെ നമ്മൾ സിനിമയിലേക്ക് അങ്ങനെ ഇങ്ങനെ ബ്ലെൻഡാക്കി നോക്കിയ അതും വർക്ക് ആവോ എന്നുള്ള ഒരു ടെൻഷൻ, ഒരു ഉറപ്പൊന്നുമില്ല. അപ്പോൾ നമ്മൾ അമറക് അന്തോണിയിൽ പങ്കാളിന്ന് വിളിക്കുന്ന ഒരു സാധനം ഭയങ്കര വർക്കായതിൻ്റെ പേരിലാണ്. അപ്പോൾ നമ്മൾ കട്ടപ്പന എഴുതിയപ്പോൾ ഇതിലും അങ്ങനെ ഒരു വിളി വേണം. അപ്പോൾ ഈ ബ്രദർ എന്നുള്ളതിനെ ഷോർട്ടാക്കി ബ്രോ എന്ന് എല്ലാവരും വിളിക്കുന്നത്. അന്ന് നമുക്ക് സഹോദരനെ ഷോർട്ടാക്കി സഹോദരനാക്കാന്ന് പറഞ്ഞിട്ട് അത് വെച്ചു. പക്ഷെ അത് പങ്കാളിനേക്കാളും മുകളിൽ ഇപ്പോഴും ആളുകൾ വേറെ സിനിമകളിലൊക്കെ സഹോദരനൊക്കെ പറഞ്ഞ് യൂസ് ചെയ്യണ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. ഇപ്പോൾ ആസ് എൻ ആക്ടർ ഇപ്പോൾ വിഷ്ണു ഇത്രയും വർഷത്തെ ജേർണി ഉണ്ട്. ഇപ്പം ഏറ്റവും ഒരു നേരത്തെ ചോദിച്ച പോലെ തന്നെ ആക്ടർ എന്നുള്ള രീതിയിൽ ഏറ്റവും ഒരു പ്രഷ്യസ് ആയിട്ട് കിട്ടിയ ഒരു കമൻറ്റ് എന്തായിരിക്കും? ഇതുവരെ കിട്ടിയ ഒരു അപ്രീസിയേഷനോ ഏറ്റവും മനസ്സിനോട് ചേർത്ത് സൂക്ഷിക്കുന്ന ഒരു കമൻറ്റ് എന്തായിരിക്കും? എനിക്ക് ഒരുപാട് മൊമെന്റ്സ് ഉണ്ട് കേട്ടോ. അതേപോലെ എനിക്ക് ആദ്യമായിട്ട് ഞാൻ ഭയങ്കര ഇതായിപ്പോയെന്ന് പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ഷോട്ട് അഭിനയിച്ചപ്പോൾ തന്നെ സിബി സാറ് എണീറ്റ് വന്നൊരു ഷെയ്ക്ക് ഹാൻഡ് തന്നു. അത് ആദ്യമായിട്ട് കിട്ടിയൊരു സാധനമായതുകൊണ്ട് അതെപ്പോഴും ഞാൻ എല്ലായിടത്തും പറയാറുള്ളൊരു കാര്യമാണ്. അതിനുശേഷം ടി വി ചന്ദ്രൻ സാറിൻ്റെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം ഇതേപോലെ വിളിക്കുകയാണ്. ആ സിനിമ തിയേറ്ററിൽ വന്ന് പോവുകയൊക്കെ ചെയ്തതാണ്. പക്ഷെ അതിനുശേഷം കുറച്ചാൾ കഴിഞ്ഞപ്പോൾ പുള്ളി വിളിച്ചു. പുള്ളിയുടെ അസോസിയേറ്റ് ആയില്യൻ ചേട്ടനാണ് എന്നെ വിളിക്കുന്നത്. അപ്പം ഞാനൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുക, സ്വപ്ന സഞ്ചാരി എന്ന് പറഞ്ഞ സിനിമ സവിത തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആയില്യൻ ചേട്ടൻ്റെ കൂടുണ്ട്. അപ്പോൾ ഞാൻ ദൈവം ഇനി അടുത്ത പടത്തിലേക്ക് അഭിനയിക്കാൻ വിളിക്കായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ ചാടി പുറത്തിറങ്ങി കവിളത്ത് പറഞ്ഞ്, എടാ നീ ഇപ്പോൾ ഫ്രീ ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആ ചേട്ടാ എന്താണ്? അല്ല ചന്ദ്ര സാറ് നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ദൈവമേ ടി വി ചന്ദ്ര സാറ് എന്നോട് സംസാരിക്കും, ആ കൊടുക്കുന്നു പറഞ്ഞു. പുള്ളി പറഞ്ഞു, മോനെ ഞാനിവിടെ ഫിലിം ഫെസ്റ്റിവലിൽ നമ്മുടെ പടമൊക്കെ കാണിച്ചായിരുന്നു. അപ്പോൾ നിൻ്റെ സീനിന് ഇവിടെ ആൾക്കാരൊക്കെ ചിരിക്കുന്നു. അപ്പോൾ എനിക്കത് നിന്നെ വിളിച്ച് പറയണമെന്ന് തോന്നിയെന്ന് പറഞ്ഞു. എൻ്റെ ദൈവം എനിക്കപ്പോൾ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. കാരണം ടി വി ചന്ദ്രനാണ് വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്നായാലും എൻ്റെ മാരക പെർഫോമൻസ് ഉണ്ടായിട്ടോ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ സാറും അതാ പറയണേ, അപ്പോൾ നിന്റെ കുഞ്ഞ് ഇതാണെങ്കിൽ പോലും അപ്പോൾ ആൾക്കാരത് ചിരിക്കണ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിടാ. അത് നിന്നോട് പറയണമെന്ന് തോന്നി. അപ്പോൾ അത്രയും വലിയൊരാൾക്ക് അതെന്നെ പറയാൻ വിളിക്കാൻ തോന്നുക എന്ന് പറയുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു അച്ചീവ്മെൻ്റ് ആണല്ലോ. അതുപോലെ എനിക്ക് സന്തോഷം തോന്നി. ആ സിനിമ ഇറങ്ങിയിട്ടില്ല. പാൻ ഇന്ത്യൻ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് VC അഭിലാഷിൻ്റെ ഒരു സിനിമ ഞാനിപ്പോൾ ചെയ്തിട്ടുണ്ട്. അതൊരു ഓഫ് ബീറ്റ് സിനിമയാണ്. അപ്പം അത് അതിൻ്റെ ഫൈനൽ പരിപാടികൾ നടക്കണുള്ളൂ. പക്ഷെ അത് പുള്ളി ഏതോ വലിയൊരു മാധ്യമപ്രവർത്തനയൊക്കെ അയച്ച് അവരെ പടം കാണിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അവരൊക്കെ പറഞ്ഞ കമൻറ്റുകൾ പറഞ്ഞിട്ട് പുള്ളി എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ അതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സന്തോഷം. ഇപ്പോൾ തൊട്ട് മുമ്പ് ചെയ്തത് ഇടിയൻ ചന്തു എന്ന് പറഞ്ഞ് ഭയങ്കര ഒരു ആക്ഷൻ പ്രാധാന്യമുള്ള വിഷ്ണു വളരെ ഇപ്പോൾ ഫിസിക്കലി ഭയങ്കര അജൈലാണ്, ഭയങ്കര രസമായിട്ട് ആക്ഷൻ ചെയ്യുന്നത് നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. അതിൽ പീറ്റർ ഹെയിൻ്റെ ഫൈറ്റാണ് ചെയ്തത്. അപ്പോൾ ആക്ഷൻ വളരെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ജോണറാണോ? അല്ല, അങ്ങനെയല്ല. ആക്ഷൻ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ആക്ഷൻ ചെയ്യണമെന്ന് പറയുന്നതിന് ഒരു കൗതുകം ഉണ്ടല്ലോ. അപ്പോൾ അത് തന്നെയായിരുന്നു അങ്ങനെ ഒരു പരിപാടി നമ്മൾ പ്ലാൻ ചെയ്യാനും. അപ്പോൾ മാസ്റ്റർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത് കുറച്ചും കൂടി വേറൊരു ടൈപ്പിലേക്ക് അതെ. അപ്പോൾ പുള്ളി അത് പറഞ്ഞ പോലെ നമ്മളുടെ ഒരു ആക്ഷൻ എന്നുള്ളതിലൊക്കെ ഉപരി സ്കൂൾ പിള്ളേരുടെ ഒരു കൂട്ടത്തല്ല് പരിപാടി അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാന്നുള്ള അത് വളരെ അത് ഷൂട്ടിങ് തുടങ്ങി നമ്മൾ ഭയങ്കര കൗതുകമുള്ളൊരു കാര്യമായിരുന്നു. അത് ആ സിനിമ കണ്ടാലും നമുക്ക് മനസ്സിലാവും. 300-ഓളം സ്റ്റുഡൻസ് ഒരുമിച്ച് വന്നിട്ടുള്ള അതെങ്ങനെ ഷൂട്ട് ചെയ്തു എന്നുള്ളത് ഇപ്പോഴും നമുക്ക് തന്നെ ഭയങ്കര അത്ഭുതമാണ്. ഈ പുതിയ സിനിമയിലും ആക്ഷന് പ്രാധാന്യമുള്ള റോളാണോ? ആക്ഷൻ സീക്വൻസുകളുണ്ടോ? അതോ? ആക്ഷൻ സീക്വൻസ് ഉണ്ട്, പക്ഷെ അത് ഭയങ്കര ഫൈറ്റിനേക്കാൾ ഉപരി ഇപ്പം ഇങ്ങനെ പറഞ്ഞ അതിൻ്റെ സസ്പെൻസ് പോലെ അല്ല, ഞാൻ ഈ ഒരു കുട്ടീനെ എടുത്ത് തോളത്തിട്ടുകൊണ്ട് ഓടുന്ന ഒരു ഇതുണ്ട്. കുട്ടി എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിയല്ല, വലിയ കുട്ടി, മാളവികേനുണ്ട്. അപ്പോൾ അത് വിഷ്ണുവിന് പൊക്കാൻ പറ്റില്ല എന്നൊക്കെ എന്നോട് ചോദിച്ചു മനീഷേട്ടൻ. ഞാൻ പറഞ്ഞു, അല്ല അത് മറ്റേ ഡ്യൂപ്പൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഡമ്മി ആണോ എടുത്തുകൊണ്ട് ഓടേണ്ടത്. അപ്പോൾ
മാസ്റ്റർ മാഫിയ ചേച്ചി. അപ്പോൾ മാസ്റ്റർ പറഞ്ഞു ഡമ്മി വർക്കാവില്ല, ഡമ്മി ആണെങ്കിൽ അത് മനസ്സിലാവും, വെറുതെ ഇതായി പോവും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് പകരം വേറെ ഡ്യൂപ്പ് ഇട്ടിട്ട് വേണമെങ്കിൽ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഐഡിയ ഒക്കെ ഉണ്ടായി. പക്ഷേ ഈ കാണുന്ന പോലെ ഒന്നുമില്ല, മാളവിക സിമ്പിളായിട്ട് എടുത്ത് പൊക്കാൻ പറ്റുന്ന ആളാന്ന് ചെയ്ത് നമ്മൾ ഷോട്ട് എടുത്ത് വന്നപ്പോഴത്തേക്കും അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഓക്കെ ഇതങ്ങോട്ട് ഓടി. പക്ഷെ ഇതിൻ്റെ ആ എപ്പിസോഡ് മൊത്തം എടുത്തിട്ട് ഓടണം. അപ്പം ഞാൻ പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ദൈവം ഇത്രയും ഞാൻ തന്നെ ഇത് ചെയ്യുന്നു. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ശരി, ഇതിൽ കൂടെ അഭിനയിച്ച ഷൈൻ ടോം ചാക്കോണ്ട് ബാക്കി കാസ്റ്റ്, ഇപ്പോൾ മാളവികയുടെ കാര്യം പറഞ്ഞു, അപ്പോൾ ബാക്കി കാസ്റ്റും എങ്ങനെയാണ്, ആരൊക്കെയുണ്ട് ഇതിനകത്ത്? ഇതിൽ മീനാക്ഷി ഉണ്ട്, പിന്നെ സാജൻ പള്ളുരുത്തിയാണ് എൻ്റെ അച്ഛനായിട്ടാണ്. എല്ലാവരും ചെറിയ ചെറിയ പോർഷനാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല 3 ട്രാക്കുകൾ ഇങ്ങനെ പോകുന്നതുകൊണ്ട് തന്നെ. പിന്നെ നമ്മുടെ കോട്ടയം രമേശ് ചേട്ടനുണ്ട്, സോന നായർ, സോന ചേച്ചിയുണ്ട്, പിന്നെ ഡെയിൻ ഡേവിസ് ഉണ്ട്, ഷൈൻ ചേട്ടന് ഞാനായിട്ട് കോമ്പിനേഷൻ ഇല്ല, അർച്ചന കവി ഉണ്ട്, പിന്നെ അസീം ജമാൽ, ഇവരൊക്കെ ഉണ്ട്. എല്ലാം പല പല ട്രാക്കാണ്. എനിക്കായ കോമ്പിനേഷൻ ഉള്ളത് മീനാക്ഷിയായിട്ടും നമ്മുടെ മാളവികയായിട്ടും ഒക്കെയാണ്. പിന്നെ ദീപക് പറമ്പോലുണ്ട്, സോഹൻ ചേട്ടനുണ്ട് കേട്ടോ, കുറേ പേരുണ്ട്. ഇപ്പോൾ ബിബിനുമായിട്ടുള്ളൊരു പാർട്ട്ണർഷിപ്പ് വളരെ ലോങ് ആയിട്ടുള്ളൊരു പാർട്ട്ണർഷിപ്പാണല്ലോ. ഇപ്പോൾ നിങ്ങളുടെ ഇപ്പം രണ്ടുപേരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പല പല സിനിമകൾ ചെയ്യുന്നുണ്ട് ആക്ടേഴ്സായിട്ട്. ഇപ്പോഴും നിങ്ങളുടെ റൈറ്റിംഗ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? ഇനിയും അടുത്ത പ്ലാനുകൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ ഒരു ടീമിൻ്റെ അടുത്ത ജോണർ അല്ലെങ്കിൽ അടുത്ത ശ്രമം എന്ന് പറയുമ്പോൾ ഇതിൽ നിന്നല്ല മാറി വേറെ ഒരു ജോണർ ആയിരിക്കുമോ, അതോ ഹ്യൂമർ തന്നെയാണോ? ഇല്ല, ഹ്യൂമർ തന്നെയാണ് എല്ലാവരും നമ്മുടെ ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുക. കാരണം നമുക്ക് വളരെ കുറച്ച് ആൾക്കാരുള്ളൂ ഹ്യൂമർ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്. ഞങ്ങൾ അടുത്ത പരിപാടി പക്ക ഒരു ഹ്യൂമർ പരിപാടിയാണ്. ഹ്യൂമറും മാസും ഒക്കെ ഉള്ളൊരു സംഭവം. അതിപ്പോൾ എഴുതി ഓൾമോസ്റ്റ് കഴിഞ്ഞു. സ്വയം ഡയറക്റ്റ് ചെയ്യാനാണോ? അല്ലല്ല, ഷാഫി സാറിന് വേണ്ടി. ശരി, കാസ്റ്റിംഗ് ഒക്കെ ആയിക്കൊണ്ടിരിക്കണം, പറയാറായിട്ടില്ല. അതേപോലെ തന്നെ ഇപ്പം നിങ്ങളുടെ ഒരു യാത്ര ഇപ്പം ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഹ്യൂമറസ് സിനിമകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാടുണ്ടാവും പറയാം. പക്ഷേ നിങ്ങളുടെ ഒരു സ്റ്റൈലിനെ ട്യൂൺ ചെയ്തെടുത്ത സിനിമകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരിക്കും പെട്ടെന്ന് വരുന്നത്? റാംജി റാവു, ഗോഡ് ഫാദർ, ഇതൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു യാദൃശ്ചികത എന്താണെന്ന് വെച്ചാൽ സിദ്ദിഖ് ലാലും അവരും ഈ പറഞ്ഞ പോലെ ഒരു കോംബോ റൈറ്റേഴ്സും ഡയറക്ടേഴ്സുമാണ്. അപ്പോൾ അതേപോലെ റാഫി മക്കാട്ടൻ സിനിമകളും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളുടെ ബാല്യകാലം തുടങ്ങി നമ്മൾ കണ്ടിട്ട് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ളതും റിപ്പീറ്റഡ്ലി നമ്മൾ പറഞ്ഞിട്ടുള്ളതും കോമഡികൾ ഓർത്ത് പറയുന്നതും ഇപ്പോഴും ഒരു മാറ്റമില്ലാതെ അത് തന്നെ വീണ്ടും എല്ലാ ജനറേഷനും ഒരേപോലെ ആസ്വദിക്കുന്ന സിനിമകളാണല്ലോ. അപ്പോൾ അത് ക്ലാസിക്കുകൾ തന്നെയാണ്. അപ്പോൾ അതായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മളെ സ്വാധീനിച്ചിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ റൈറ്റിംഗ് പ്രോസസ്സ് എങ്ങനെയാണ്? ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ രണ്ടുപേര് ചേർന്ന് എഴുതുമ്പോൾ അതിൻ്റെ ഒരു 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 കെമിസ്ട്രി എങ്ങനെയാണ്? ഇപ്പോൾ ഒരാൾ ചിലപ്പോൾ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് മറ്റേ ആൾ ഡയലോഗ് എഴുതാം, അല്ലെങ്കിൽ ബൗൺസ് ഓഫ് ചെയ്ത്, എങ്ങനെയാണ് നിങ്ങളുടെ ഒരു പ്രോസസ്സ്? എന്താണ് അവിടെ നടക്കുന്നത്? അത് രഹസ്യമാണ്. അല്ല, ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് രണ്ടുപേർക്കും കൺവിൻസിങ് ആവുന്ന ഒരു പോയിന്റിലെത്തിയ കാര്യങ്ങൾ അങ്ങനെയാണ് വെക്കാറ്. അഭിനയിച്ച് നോക്കാറുണ്ടോ? രണ്ടുപേരും ആക്ടേഴ്സ് ആയതുകൊണ്ട് എഴുതുന്നതിൻ്റെ ഇടയിൽ തന്നെ അതെ അതെങ്ങനെ പെർഫോം ചെയ്യണമെന്നുള്ളതും നമ്മൾ പ്ലാൻ ചെയ്ത് തന്നെയാണ് എഴുതാറ്. അപ്പോൾ അതൊരു കഥ എഴുതുന്ന പോലെയോ അങ്ങനെ ആദ്യം ഒരു പ്ലോട്ട് ഒന്നും ഫോം ചെയ്തിട്ടായിരിക്കില്ലേ? അങ്ങനെ അല്ല, അതൊക്കെ ഉണ്ട്. എന്നാൽ പോലും അത് തന്നെ ആവണമെന്നില്ലല്ലോ. എഴുതി വരുമ്പോൾ അവസാനം എത്തുമ്പോൾ നമ്മൾ തുടങ്ങിയ പരിപാടി നിന്നൊക്കെ വിട്ട് വേറെയിലൊക്കെ എത്താറുണ്ട്. പക്ഷെ ഒരു കഥ എഴുതുന്ന പോലെ ഒരു സാഹിത്യത്തിൻ്റെതായിട്ടുള്ള ഒരു പരിപാടി ഇല്ല. നമ്മൾ തുടക്കത്തിലെ ഫസ്റ്റ് പ്ലാൻ തുടങ്ങി ഇതൊരു സിനിമയാക്കാനുള്ള എഴുത്താണെന്നുള്ള ആ ബോധ്യത്തോടു കൂടി തന്നെ എഴുതണോണ്ടായിരിക്കും എങ്ങനെ പെർഫോം ചെയ്യണമെന്നുള്ളത്. അത് തുടങ്ങി തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ആക്ടർ ആവണമെന്ന് പറഞ്ഞ് നടക്കുന്നവരായതുകൊണ്ടായിരിക്കും അതിനാണ് നമ്മളെപ്പോഴും അതെ. ഇപ്പോൾ വിഷ്ണുവിൻ്റെ ഒരു അപ്രോച്ച് ചെയ്യുന്ന വരുന്ന സിനിമകൾക്ക് എങ്ങനെയാണ് വിഷ്ണുവിൻ്റെ ഒരു ചോയ്സ് എങ്ങനെയാണ്? ഇപ്പോൾ എനിക്ക് ഇന്ന കൈൻഡ് ഓഫ് സിനിമകളാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ലീഡ് ആക്ടറായിട്ട് ഇന്ന കൈൻഡ് ഓഫ് സിനിമകളാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ സപ്പോർട്ടിങ് ആക്ടറായിട്ടും ചില സിനിമകൾ ചെയ്തിട്ടുണ്ട്. എന്താണ്, ഏത് രീതിയിലാണ് വിഷ്ണുവിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് സ്ക്രിപ്റ്റുകൾ വരുമ്പോൾ? അല്ല, ഐ ആം ഓപ്പൺ ടു ഓൾ എന്നുള്ളൊരു ഇതാണ് എനിക്കങ്ങനെ. അതിപ്പോൾ കേൾക്കണ സമയത്തായിരിക്കും നമുക്ക് തോന്നുന്നത് ഇത് പിടിക്കണ്ട, അല്ലെങ്കിൽ അതിനിപ്പോൾ നമ്മൾ ലീഡ് റോളാണോ എന്ന് നോക്കിയിട്ടോ അല്ലെങ്കിൽ ഭയങ്കര പെർഫോമൻസിനുള്ള സാധ്യത നോക്കിയിട്ടോ
മറ്റേ ഇതിൽ തമാശക്ക് പറഞ്ഞില്ല കർണൻ ചെയ്യണമെന്ന് പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല. നമ്മൾ വെറുതെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഇതും കൊടുക്കാതെ അവസാനം ഓഡിയൻ എന്നുള്ള, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഫസ്റ്റ് നമ്മൾ കേൾക്കുമ്പോൾ അവസാനം ഓഡിയൻ എന്നുള്ള നിലക്ക് തന്നെയാണ് കേട്ടു പോകുന്നത്. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിലാണ് അതിൻ്റെ ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ കാര്യമുള്ളൂ. കാരണം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ചോയ്സ് ഉണ്ട്. കൃഷ്ണൻകുട്ടി പണി തുടങ്ങി എന്ന് പറഞ്ഞ സിനിമ, അത് നമ്മൾ അധികം കാണാത്തൊരു ടൈപ്പ് ഓഫ് സിനിമ. ഞാൻ അതുവരെ അങ്ങനത്തെ ഒരു സിനിമയെ കണ്ടിട്ടില്ല. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. നിങ്ങളുടെ കുറച്ച് പേരേ ഉള്ളൂ, അതിന്റെ പെർഫോമൻസും വേറെ രീതിയിലായിരിക്കുമല്ലോ. അത് ആ സിനിമ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു എക്സ്പീരിയൻസ്? അതിന്റെ റൈറ്റർ ആനന്ദ് മധുസൂദനാണ്. പുള്ളി ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അപ്പോൾ വളരെ ഹിറ്റ് ആയിട്ടുള്ള ഒരു പാട്ടിന്റെ മ്യൂസിക് ഡയറക്ടറാണ്. മറ്റേ പൊടിമീശ. ഇപ്പൊ അത് അഭിനയിക്കാൻ കൂടെ വിശേഷത്തിലെ ഹീറോ. അപ്പൊ അന്ന് വരുമ്പോൾ എൻ്റെ കാഴ്ചപ്പാട്ടിൽ പുള്ളി മ്യൂസിക് ഡയറക്ടർ, പുള്ളി വന്നിട്ട് കഥ പറയണമെന്ന് പറയുന്നു. അങ്ങനെ ഓക്കെ. അപ്പോൾ സൂര്യചേട്ടനാണ് ഡയറക്റ്റ് ചെയ്യണമെന്ന് പറയുന്നു. മെഴുതിരി അത്താഴങ്ങളൊക്കെ ചെയ്ത ആളാണ്. അപ്പോൾ കേൾക്കാന്ന് പറഞ്ഞപ്പോൾ ഇവർ വീട്ടിൽ വന്നു കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഇത് ഹൊറർ പടമാണ്. അപ്പോൾ ഇതെങ്ങോട്ട് പോകണമെന്ന് എനിക്കൊരു ഐഡിയ ഇട്ടുള്ളൂ. പക്ഷെ കേട്ട് വന്നപ്പോഴത്തേക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗുമാണ്. അപ്പോൾ എനിക്ക് പറഞ്ഞു ഞാനിതുവരെ ഇങ്ങനത്തെ ഒരു പരിപാടി. പുള്ളി പറഞ്ഞു അതുകൊണ്ടാണ് ഞങ്ങൾക്കും അങ്ങനെ ഒരു തോന്നൽ വന്നത്. അപ്പോൾ നമുക്ക് പിടിക്കാം. എനിക്കങ്ങനെ ഒരു അത് കോവിഡ് കഴിഞ്ഞിരിക്കുന്ന സമയത്ത്, കോവിഡ് കഴിഞ്ഞിട്ടില്ല, ഞങ്ങൾ ലൊക്കേഷനിലും ഈ പറഞ്ഞ പോലെ മറ്റേ കൊറോണ വെള്ളം മഞ്ഞപ്പൊടിയൊക്കെ കലക്കി ഇത് 3 നേരം പ്രൊഡ്യൂസർ എല്ലാവർക്കും കലക്കി കൊടുത്തോണ്ടിരുന്ന സമയമാണ്. ആകെ 25 ദിവസം കൊണ്ടൊക്കെ തീർന്ന ഒരൊറ്റ ലൊക്കേഷനിൽ വെച്ച് ചെയ്ത സിനിമയാണ്. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനെ പറ്റി സിദ്ദിഖ എവിടെയോ പറയുന്നത് കേട്ടു. അതായത് ആ ഒരു സിനിമയുടെ പേരും ആ സിനിമയായിട്ടൊരു ബന്ധമില്ലായിരുന്നു. അത് ആ പേര് കുറച്ചുകൂടെ നന്നാക്കിയിരുന്ന ആ സിനിമ കുറച്ചുകൂടെ ശ്രദ്ധിക്കപ്പെട്ടേനെ. അത് കൃഷ്ണൻകുട്ടി അത് കേട്ടപ്പോ എന്താണ്? സിനിമ കണ്ടിട്ട് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് പേര് കേട്ടപ്പോ പുള്ളിക്ക് അതത്ര ഇഷ്ടമായില്ല. അതുകൊണ്ടാണ് പുള്ളി കാണാതിരുന്നത് ആദ്യം. അങ്ങനത്തെ ചോയ്സസ് എടുക്കുന്നത് ഈ ഇതുവരെ ചെയ്യാത്ത ഒരു സാധനം ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കൊണ്ടാണ്. അത് ആ ഒരു സ്ക്രിപ്റ്റ് കൺവിൻസ് ചെയ്യുമ്പോൾ അല്ല, അതിപ്പോ ചൂസ് ചെയ്തൊരിക്കലും ഞാൻ ഇങ്ങനത്തെ എന്തെങ്കിലും ഡിഫറെന്റ് നോക്കാമെന്നും പറഞ്ഞിട്ട് ഞാൻ കുറച്ച് പേരെ വിളിച്ചു വരുത്തി അങ്ങനെ കേട്ടല്ല. എൻ്റെ അടുത്ത് കഥ പറയാനെന്ന് പറഞ്ഞു വന്നതിൽ നമ്മൾ പെട്ടെന്ന് ഓർഗാനിക്കലി ഭയങ്കര എക്സൈറ്റഡ് ആവണ സിനിമകളാണ് അതെല്ലാം. ഞാൻ ആ കാര്യത്തിൽ ഭയങ്കര വീക്കാണ്. കാരണം ഇങ്ങനത്തെ പടങ്ങൾ വേണം, ഇങ്ങനത്തെ അതൊക്കെ സോർട്ട് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ഫിൽട്ടർ ചെയ്ത് എടുക്കണമെന്നല്ല. എൻ്റെ അടുത്ത് റാൻഡമായിട്ട് വന്ന് കുറേ പേര് കഥ പറയുന്നുണ്ട്. അപ്പം എനിക്കുള്ളൊരു ഇത് എല്ലാവരും പറയാറുള്ളത് ഞാൻ ഭയങ്കര അപ്രോച്ചബിൾ ആണെന്ന് എല്ലാവർക്കും ഫീൽ ചെയ്യും. അത് സത്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ധർമ്മജൻ ചേട്ടനും പറയാറുണ്ട്. ധർമ്മേട്ടനും പിഷാരടിയും കൂടി ഒരു സ്ഥലത്ത് നിന്നാൽ തന്നെ മച്ചാനെ എന്നൊക്കെ പറഞ്ഞു ധർമ്മേട്ടന് ഹൈറ്റും ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് തോളത്തൊക്കെ കയറി കൈയിടും. അപ്പോൾ പുള്ളി എന്ത് മൂഡിലാണ് നിൽക്കണമെന്ന് ഒരു ആളുകൾക്ക് അറിയണം. പിഷാരിൻ്റെ അടുത്ത് പക്ഷെ ആൾക്കാർ ഒരു ഗ്യാപ്പ് ഇടും എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട്. അപ്പോൾ ഞാനും ഒക്കെ അങ്ങനെ തന്നെ. എന്നെ കണ്ടു കഴിഞ്ഞാൽ അപ്രോച്ചബിളായിട്ട് തോന്നും എന്ന് പറഞ്ഞ പോലെയാണ്. കഥ പറയാനാണെങ്കിലും എൻ്റെ അടുത്ത് ഒരുപാട് പേര് കഥ പറയാൻ വിളിക്കും. അപ്പോൾ ഞാൻ പറ്റണ പോലെയൊക്കെ മാക്സിമം കേൾക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഈ പറഞ്ഞ പോലെ നമുക്ക് പെട്ടെന്ന് എക്സൈറ്റഡ് ആവുന്ന എന്തെങ്കിലും പരിപാടികളാണ് അങ്ങനെ വന്നതുള്ളൂ. അല്ലാണ്ട് ഞാനായിട്ട് ഈ പറഞ്ഞ അതിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണയും ഇല്ല. അതുകൊണ്ടായിരിക്കും. ഇനി വരാനിരിക്കുന്ന വിഷ്ണുവിന്റെ സിനിമകൾ ഏതൊക്കെയാണ്? എന്താണ് അടുത്ത അപ്കമിങ് റിലീസസ്? ഇപ്പോൾ 13-ാം രാത്രിയാണ് ഒക്ടോബറിൽ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമ. പിന്നെയും 2 സിനിമകൾ ഇറങ്ങാനുണ്ട്. ഞാനും ബിബിനും ഒരുമിച്ച് അഭിനയിച്ച ഒരു പടം ഇപ്പോൾ പൂർത്തിയാവാറായിട്ടുണ്ട്. അപൂർവ പുത്രന്മാർ എന്ന് പറഞ്ഞിട്ട് ഒരു പക്ക ഹ്യൂമർ പടമാണ്. ലാലിച്ചായനും അശോകേട്ടനൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു സിനിമ വരുന്നുണ്ട്. പിന്നെ മരതകം എന്ന് പറഞ്ഞ് അത് സിനിമ ഇറങ്ങാനുണ്ട്. അത് പിന്നെ ഇപ്പൊ പറഞ്ഞ പാൻ ഇന്ത്യൻ സ്റ്റോറി അതൊരു ഓഫ് ബീറ്റ് സിനിമയാണ്. അത് തിയേറ്ററിൽ അത് കണ്ടവരൊക്കെ പറഞ്ഞു ഉറപ്പായിട്ടും തിയേറ്ററിൽ ഇറക്കണം എന്ന് പറഞ്ഞ് കണ്ടവരൊക്കെ പറയുന്നു. അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ എനിക്കും ചേട്ടാ അത് തിയേറ്ററിൽ വന്നാൽ നല്ലതായിരിക്കും. കാരണം അതില് ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്കും കണ്ടപ്പോൾ ഇഷ്ടമായി, എനിക്കിഷ്ടമായി. അപ്പൊ അങ്ങനെ വരല് പൊതുവെ കുറവാണ്. കാരണം നമ്മൾ കാണുമ്പോൾ നമുക്കറിയാലോ നമ്മുടെ ഫ്ലോസ് എന്താന്നുള്ളത്. അപ്പൊ നമ്മൾ കാണുമ്പോൾ അയ്യോ ഈ സീൻ ശരിയായില്ല, അയ്യോ അതിൽ കുറച്ചും കൂടി വേണമായിരുന്നു. ഓഡിയൻസ് എല്ലാരും അങ്ങനെ തന്നെ കാണണം എന്നില്ല. അവർക്ക് ഇഷ്ടമായി എന്ന് പറയും. നമുക്കത് കുറച്ചും കൂടി നന്നാക്കാറുണ്ട് നമുക്ക് തോന്നും. നമ്മൾ പിന്നെ അത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നത് അതിൻ്റെ ഇത് കുറയ്ക്കണ്ടല്ലോ വിചാരിച്ചിട്ട് മിണ്ടില്ല. പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് തന്നെ ഇഷ്ടമായി. അപ്പൊ അത് തിയേറ്ററിൽ വന്ന് കാണണം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട്. നടക്കുമെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഈ ഹ്യൂമറിലെ
ഇനി എന്തൊക്കെ ഒരു അപ്ഡേഷൻസ് ആണ് വരാൻ സാധ്യതയുള്ളതെന്നാണ് വിഷ്ണുവിന് തോന്നുന്നത്? ഇനി ഇപ്പൊ നടക്കുന്നത്, ഇപ്പൊ ഗുരുവായൂർ അമ്പലനടയിൽ വാഴ എന്നൊക്കെ പറഞ്ഞ സിനിമകളാണ് ഇപ്പോൾ ഹ്യൂമറിലായിട്ട് ഓടുന്നത്. നിങ്ങളുടെ ഒരു സ്ക്രിപ്റ്റ് വരുമ്പോൾ ഇപ്പോഴത്തെ കാലത്തെ ഹ്യൂമർ ഇപ്പം ഒരുപാട് മാറിയിട്ടുണ്ട്. വീണ്ടും ഇപ്പോൾ മീംസും ഒക്കെ വന്ന് അതിനുശേഷം പുതിയ അപ്ഡേറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ റീൽസിലുള്ള പിള്ളേരൊക്കെ ഇപ്പോൾ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങി. അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ ഒരു ഹ്യൂമറിനെ പറ്റിയുള്ള വിഷ്ണുവിൻ്റെ ഒരു ഒബ്സർവേഷൻ എന്താണ്? അല്ല, അത് മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ നമ്മൾ റിലീസ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യണ ഒരു സിനിമ ആണെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് എന്തും പറയാം. ഇപ്പം നമ്മളൊരു സദസ്സിൽ പറഞ്ഞാൽ ചിരിക്കുന്ന തമാശ ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞാൽ ചിരിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അതാണ് ഇപ്പോഴത്തെ ഒരു ഭയങ്കര ഫാസ്റ്റാണ്, അത്രയും സ്പീഡാണ് കാര്യങ്ങൾ. കാരണം അപ്പോഴേക്കും ഈ ഹ്യൂമർ ഏതെങ്കിലും ഒരു ട്രോളായിട്ട് വന്ന് സ്പ്രെഡായി അതിൻ്റെ ആ ഒരു ടൈം അങ്ങ് കഴിഞ്ഞു പോകും. അപ്പോൾ വാഴയൊക്കെ എനിക്ക് വളരെ വർക്കായ പടമാണ്. അതിൻ്റെ ഒരു സ്പീഡ് നമ്മൾ നോക്കണം. അതിപ്പോൾ ഷൂട്ട് ചെയ്യുന്നു, ഇമ്മീഡിയറ്റ് പോസ്റ്റ് പ്രൊഡക്ഷൻ, നേരെ റിലീസാണ്. അതിലെ കാര്യമാണല്ലോ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക. അവസാനം പറഞ്ഞിട്ട് സുരേഷ് ഏട്ടൻ്റെ കാര്യം, കൺവിൻസിങ് സ്റ്റാർ. അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഒരു പടം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഇമ്മീഡിയറ്റ് പരിപാടി നടക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കൊരു വെല്ലുവിളി നിൽക്കണമെന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു വലിയ ഒരു സ്റ്റാറിനെ വെച്ചിട്ടൊരു പടം ചെയ്യുമ്പോൾ ഒരിക്കലും അത് പ്രാക്ടിക്കലി ഇപ്പോൾ ഇമ്മീഡിയറ്റ് ഡേറ്റ് ഉണ്ടെങ്കിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഡേറ്റ് കിട്ടിയാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാക്കാൻ പറ്റും. പക്ഷെ അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ എഴുത്തിന്റെ പ്രോസസ്സിൽ നിങ്ങളിപ്പോൾ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് സ്വന്തം ഈ ഒരു? അത് ഇതിന്റെ പരിപാടി തീരൂല, അതിങ്ങനെ നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കും സ്ക്രിപ്റ്റ് വീണ്ടും. അപ്പോൾ ഞങ്ങൾ നേരത്തെ ഓർത്തൊരു സീൻ ഓർഡർ മാത്രം ഉണ്ടാക്കി വെച്ചിട്ട് ഷൂട്ടിന്റെ സമയത്ത് എഴുതാം, ഡയലോഗ്സ് എഴുതാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഔട്ട്ഡേറ്റഡ് ആവും. ഇത് വേറെ ആരും പറഞ്ഞിട്ടല്ല, നമുക്കൊരു 6 മാസം കഴിഞ്ഞ് നമ്മളെടുത്ത് വായിച്ചു നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇത് വർക്കാവില്ല എന്ന് തോന്നിയിട്ട് നമ്മൾ മാറ്റി വീണ്ടും എഴുതി. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഓക്കെ എന്നും പറഞ്ഞിട്ട് ലാസ്റ്റ് ഷൂട്ട് ചെയ്ത് വെക്കണ സാധനം പോസ്റ്റ് പ്രൊഡക്ഷൻ ഇരുന്ന് ലേറ്റായി റിലീസ്. അത് അങ്ങനെ റിലീസ് നമ്മൾ വിചാരിച്ച പോലെ നടക്കാത്ത, ഇപ്പൊ റിലീസ് 100 പടം റിലീസ് ആവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊരു 200 പടം ഡേറ്റ് മാറി നീങ്ങി അവിടെ ഇരിപ്പുണ്ട്, അല്ലേ? നമുക്കറിയാലോ ഉറപ്പായിട്ട്. അപ്പോൾ ആ സിനിമകളൊക്കെ വൈകി ഇറങ്ങുന്നതിന്റെ ബുദ്ധിമുട്ട് തിയേറ്ററിൽ വരുമ്പോൾ ഉറപ്പായിട്ടും അറിയും. അപ്പൊ ഇമ്മീഡിയറ്റ് ഇറക്കാൻ പറ്റി കഴിഞ്ഞാൽ വളരെ എന്താ പറയാ അപ് ടു ഡേറ്റ് ആയിട്ട് നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനത്തെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നും കൂടി ആ ഒരു സപ്പോർട്ട് സിനിമകൾക്ക് ഉണ്ടാവണം ശരിക്കും പറയാം. എന്താണ് ഇപ്പോൾ പ്രേക്ഷകരോട് ഇപ്പോൾ 13ാം രാത്രിയെ പറ്റി ഫൈനലി പറയാനുള്ളത്, കാണാൻ വരുന്നവരോട്? അതൊരു ത്രില്ലർ സിനിമയാണ്. അങ്ങനത്തെ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും അത് രസമായിട്ട് തോന്നാനുള്ള ഒരു സാധനമുണ്ട് ആ സിനിമയിൽ. അപ്പോൾ ഇപ്പം അതിൽ കൂടുതൽ നമുക്ക് വാഗ്ദാനങ്ങളൊന്നും കൂടി കൊടുക്കാൻ പറ്റില്ലല്ലോ. അതെ, ആ സിനിമ കാണുക എന്നുള്ളത് തന്നെയാണ്. ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ സിനിമ ആളുകൾ കാണാൻ തിയേറ്ററിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എല്ലാ സിനിമകളും ആൾക്കാർ വരികയും കാണുകയും വിലയിരുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നല്ല സിനിമകൾ ആളുകൾ തന്നെ പറഞ്ഞ് നെക്സ്റ്റ് വീക്ക് ആകുമ്പോൾ ആൾ കൂടുന്നൊരു ആ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ. അപ്പം അതെല്ലാ നല്ല സിനിമകൾക്കും അത് ഗുണം ചെയ്യട്ടെ എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 13ാം രാത്രിയും എല്ലാവരും വന്ന് കാണുക, ഇഷ്ടപ്പെട്ടാൽ എല്ലാവരോടും പറയുക. താങ്ക് യു വിഷ്ണു, ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ 13ാം രാത്രി. താങ്ക് യു.